ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഈ ചൂടിനും ഇഫ്താറിനൊക്കെ നമുക്ക് വയറും മനസ്സൊക്കെ നിറയാൻ പറ്റിയ അടിപൊളി ഒരു ഫ്രൂട്ട്സ് കസ്റ്റർഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ഗ്ലാസ് മതി കേട്ടോ നമ്മുടെ വിശപ്പും ദാഹമൊക്കെ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള ബാക്കിയുള്ള അളവും കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്രയും മധുരം വേണ്ട അതിനനുസരിച്ചുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് പകുതി പഞ്ചസാര പകുതി മിൽക്ക് മെയ്ഡും അങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ മിക്സാക്കി എടുക്കട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പൊടി ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് മിക്സാക്കിയ ശേഷം പാലിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് വരും നമ്മുടെ ഈ ഒരു പാല്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പാലിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കുറുകി കിട്ടും. അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ അത് ഒഴിച്ചൊഴിക്കുക തന്നെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ മധുരമൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതേ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ചെവ്വരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ഒരു 1/4 കപ്പ് ചെവ്വരി വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഡയറക്റ്റായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. ചിലവരൊക്കെ ഇതൊന്ന് കുതിർത്തി എടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അത് വെന്ത സമയത്ത് ഞാനൊരു അരിപ്പക്കൊട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് മീതെയായിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു പാലിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ചുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആപ്പിളാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറുത്ത മുന്തിരി ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ ഇനി ഇതിലുള്ള ആ ഒരു ഐറ്റംസ് ഒന്നും നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പഴം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. പഴമോ ആപ്പിളോ എന്താ ഉള്ളത് വെച്ചെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. പൈനാപ്പിൾ, ചക്കരമത്ത അങ്ങനെയുള്ള ഫ്രൂട്ടൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കരുത്. പിന്നെ ഇതിലേക്ക് കുറച്ച് അനാറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചുള്ള ഒരു ചവ്വരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചവ്വരി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് ബദാമും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേശം മോൻക്ക് ഇടണം പറഞ്ഞിട്ട് അവൻ ഇട്ടതാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇനി മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. ഇതൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ കസ്റ്റർഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഒന്നും കൂടി നല്ല കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എഴുതി കൊടുത്തിട്ടുള്ള ഫ്രൂട്ട്സിനൊന്നും അങ്ങനെ അളവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എത്ര വേണ്ട അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ വീട്ടിൽ ചെറുപ്പഴം നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കാൻ സമയത്ത് ഈ ഒരു ഐറ്റം ഉണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ നമുക്ക് ജ്യൂസിൻ്റെ ഫ്രൂട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ഐറ്റം മാത്രം മതി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശപ്പും ദാഹമൊക്കെ മാറി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. ഇനി നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ.